തിരഞ്ഞെടുപ്പ് ഏതായാലും പ്രചാരകൻ മാൻകൂട്ടത്തിൽ അഥവാ ആൺകൂട്ടത്തിൽ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഇന്നത്തെ നാടകം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. സത്യവും ധർമ്മവും ഉയർത്തിപ്പിടിക്കുന്ന അണ്ണന്റെ മുദ്രാവാക്യം ഒന്നു മാത്രമാണ്. അതെന്താണ്? സത്യമേവ ജയതേ. സത്യമേവ ജഗതേ ജയഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ. പാർലമെന്റ് ആയാലും പഞ്ചായത്തായാലും അണ്ണനാണ് താരം. വീട് കയറുന്നത് പോലെ പുള്ളിക്ക് ഹൈ കിട്ടുന്ന ഒരു പരിപാടി വേറെ. അല്ല, പുള്ളിക്കെതിരെ ഇപ്പൊ ലൈംഗിക പീഡന പരാതിയൊക്കെ വന്നില്ലേ? അപ്പൊ പുള്ളിയെ മാറ്റി നിർത്തുമായിരിക്കുമല്ലേ? അയ്യേ, എന്ത് വർത്തമാനമാണ് പറയുന്നത്. ഒരു നല്ല ചെറുപ്പക്കാരനെ മാറ്റി നിർത്താനോ? അണ്ണൻ മാറണം, അണ്ണൻ്റെ ജീവിത രീതിയും മാറണം. പക്ഷേ ഇല്ലാതാക്കാൻ നോക്കരുത്. അവൻ നന്നാവണം, മാറണം, മനസ്സ് മാറണം, ജീവിതശൈലി മാറ്റണം. പക്ഷേ അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ല സുധാകരേട്ടാ, അണ്ണനെ എതിർത്തും പലരും പലതും പറയുന്നുണ്ടല്ലോ. എനിക്ക് എൻ്റെ കൺസെപ്റ്റ്, അവർക്ക് അവരുടെ കൺസെപ്റ്റ്. അതെ, എനിക്ക് എന്റെ കൺസെപ്റ്റ്, നിനക്ക് നിന്റെ കൺസെപ്റ്റ്. മനസ്സിലായോ? ബോധ്യങ്ങളിൽ നിന്നാണ് നിലപാടുകൾ എടുക്കണം. ബോധ്യങ്ങളിൽ നിന്ന് നമ്മുടെ കൺവിക്ഷനാണ്. പക്ഷേ ഈ ബോധ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ബോധ്യമാണോ അതോ പ്രസിഡന്റിന്റെ ബോധ്യമാണോ? അത് എൻ്റെ മാത്രമല്ല, നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമാണത്. അല്ല, ശരിക്കും സതീഷ് ഏട്ടാ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? KPCC പ്രസിഡന്റ് പാർട്ടിയുടെ തീരുമാനം പറയുന്നത് അദ്ദേഹമാണ് അറിയേണ്ടത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യെസ്, എല്ലാം പുള്ളി പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേ വോട്ട് ചോദിച്ച് വീട്ടിൽ കയറുമ്പോൾ ആൾക്കാർ നിങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ചോദിക്കില്ലേ? ഒരാളും ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ഏകദേശം 100ഓളം വീട് കയറി കഴിഞ്ഞു. അമ്മയാണേ സത്യം, രാഹുൽ അണ്ണനെ കുറിച്ച് നാട്ടിലൊക്കെ ഗംഭീര അഭിപ്രായമാണ്. അതെന്താണ്? അതൊരു പ്രതിഷേധമല്ലേ? അതെ, ദേ ഒരു പൂച്ചണ്ട്. കാണാനൊരു പൂച്ചണ്ട് പോലെ ഉണ്ടെങ്കിലും അതൊരു പൂച്ചണ്ടല്ല. പിന്നെ കണ്ടിട്ട് അതൊരു റീത്താണെന്ന് തോന്നുന്നു. തോന്നേണ്ട കാര്യമില്ല, റീത്ത് തന്നെ. ഇനി ഒരു ഓഫീസ് ടൂർ ആയാലോ? ആരുടെ ഓഫീസ്? ആരുടെ ഓഫീസ് ആയിരിക്കും? ദേ ഒരു കസേര. അത് വെറും കസേരയല്ല, വൻ വിലപിടിപ്പുള്ള കസേരയാണ്. അതേത് കസേര? പാലക്കാട് MLA ഓഫീസിലെ കസേര. ആ കസേര പോകാതിരിക്കാനാണ് അണ്ണൻ ഇതൊക്കെ സഹിക്കുന്നത്. ഹമ്പട, എന്തൊരു ചേർച്ചയാണ്! അണ്ണന്മാരുടെ ചേർച്ചയാണ് ചേർച്ച. തള്ളരുത്, ദയവ് ചെയ്ത് തള്ളരുത്. ആ ഇരയെ പറഞ്ഞു വിട്ടത് എങ്ങോട്ടാ? അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു. പരാതി കൊടുത്ത പെൺകുട്ടിയെ രണ്ടും കൽപ്പിച്ചങ്ങ് അധിക്ഷേപിക്കാം. അതാണ് നമ്മുടെ ആദ്യ പടി. അവൻ നന്നാവണം, മാറണം. അല്ല സുധാകരേട്ടാ, മാങ്കൂട്ടത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? തെറ്റുപറ്റി, അത് ശരിയാണ്, അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ചേട്ടൻ പറഞ്ഞ എങ്ങനെയൊന്നും അല്ലല്ലോ. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. അല്ല സുധാകരേട്ടാ, ആ ഉണ്ണിത്താൻ പറഞ്ഞതിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറയുന്ന ഉണ്ണിത്താനോട് ആ മറുപടിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല. എന്നിട്ട് നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്തു ചെയ്യുന്നു? പുള്ളി ഇപ്പോ മുല്ലപ്പൂ അല്ലേ അത്? ശരിയാ, മുല്ലപ്പൂ തന്നെ. ലോകത്തിന്റെ ഏതോ കോണിൽ അയാൾ മുല്ലപ്പൂ വാങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.